ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ്, ഞാൻ പോയി വീട്ടിൽ ജോലി ചെയ്ത പൈസയാണ്. 7,40,000 രൂപ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ, എനിക്ക് ആരും കൂടെ ഇല്ല. ആളെത്താണ് ഞാൻ കിടക്കാനുള്ളത്. അവര് തരാമെന്ന് പറയുന്നതല്ലാതെ അവർ തരുന്നില്ല. 20 കോടിയിലധികം രൂപ ഇയാൾ ലൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ഇവർക്ക് കണക്ക് കിട്ടണം. കണക്ക് കിട്ടാതെ ഒഫീഷ്യൽസ് ഇറങ്ങത്തില്ല. പൊതുവെ നമ്മൾ മലയാളികൾ വീണു പോകുന്ന ഒന്നാണല്ലേ ഈ സ്വർണം എന്ന് പറയുന്നത്. ഈ സ്വർണം എന്ന് മലയാളികൾക്ക് ഒരു വികാരമാണ് അല്ലെ. ഇന്ന് കേരളത്തിൽ ഏതൊരു ഫംഗ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും, അത് കല്യാണം തൊട്ട് നൂലുകെട്ട് തൊട്ട് ഏതൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലും അവിടെ എല്ലാം സ്വർണത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി സ്വർണം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിന്റെ പേരും പറഞ്ഞ് മലയാളികളെ പറ്റിക്കാനും ഭയങ്കര എളുപ്പമാണ്. ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത് സ്വർണത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി സ്കാമിനെ കുറിച്ചാണ്. പലരും വാർത്തകളുടെയും മറ്റും ഇവരെ കുറിച്ച് അറിഞ്ഞു കാണും. അൽ മുക്താദിർ ജ്വല്ലറി. ഒരുപാട് കുടുംബങ്ങൾ ഇപ്പൊ ഇവര് കാരണം കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇവർക്ക് കേരളത്തിലെ പലയിടങ്ങളിലും ഒരുപാട് ഷോറൂമുകൾ ഉണ്ട്. കൊല്ലത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ആയിട്ട് ഷോറൂമുകൾ ഇവർ തുറന്നിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങളിലെല്ലാം ഷോറൂം തുറന്നിട്ട് ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം. ഇവർ നേരെ പത്രങ്ങളിലും മറ്റും പരസ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതും കേരളത്തിലെ മുൻനിര പത്രങ്ങളായിട്ടുള്ള മനോരമ, മാതൃഭൂമിയുടെ ഒക്കെ ഫ്രണ്ട് പേജിലാണ് പരസ്യം കൊടുത്തിട്ടുള്ളത്. എന്താണ് പരസ്യം? 0% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാം എന്നുള്ളതാണ് ഇവരുടെ പരസ്യം. നമുക്കറിയാം, മുൻനിര പത്രങ്ങളുടെ എല്ലാം ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോടികൾ ചെലവാണ്. അത്രയും ചെലവാക്കിയിട്ടാണ് ഇവർ പരസ്യം നൽകുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു പരസ്യം, അതായത് 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണോ, അത് ലാഭമാണല്ലോ അല്ലെ. സാധാരണ നമുക്കറിയാം ഈ സ്വർണ്ണക്കടക്കാരെല്ലാം പണിക്കൂലിയുടെ മുകളിലാണ് അവരുടെ ലാഭം എടുക്കുന്നത്. സ്വർണത്തിന്റെ പേരിൽ ഇവർക്ക് എന്തായാലും ലാഭം എടുക്കാൻ കഴിയില്ലല്ലോ. കാരണം മാർക്കറ്റ് പ്രൈസ് എന്താണോ അത് കൊടുത്തിട്ടാണ് ഇവർ സ്വർണ്ണക്കട്ടകളും സ്വർണ്ണ കോരുകളൊക്കെ മേടിക്കുന്നത്. എന്നിട്ട് അത് വെച്ച് ആഭരണം ഉണ്ടാക്കി അതിന് നിശ്ചിത പണിക്കൂലി നിശ്ചയിച്ചിട്ടാണ് എല്ലാ സ്വർണ്ണക്കടക്കാരും ലാഭം എടുക്കുന്നത് അല്ലേ. ഓരോ കടക്കാരും ഓരോ പണിക്കൂലിയാണ് നിശ്ചയിക്കുന്നത്. 8% സ്വർണ്ണാഭരണത്തിന് മേലിൽ പണിക്കൂലി വാങ്ങുന്നവരുണ്ട്, 10% വാങ്ങിക്കുന്നവരുണ്ട്, അതിന് മുകളിൽ വാങ്ങിക്കുന്നവരുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ ഒരു സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് പ്രൈസ് ഒരു 70,000 ആയിട്ട് കൂട്ടാം. അങ്ങനെ ഒരു സ്വർണ്ണക്കടക്കാരന് ആ പണം കൊടുത്ത് ഒരു പവൻ സ്വർണം മേടിച്ചിട്ട് അതിലൊരു ആഭരണം ഉണ്ടാക്കി ഒരു 10% പണിക്കൂലി നിശ്ചയിച്ച് കഴിഞ്ഞാണെങ്കിൽ ആ സ്വർണം അയാൾ ആഭരണമാക്കുമ്പോൾ അയാൾ അത് 75,000 രൂപക്ക് അങ്ങ് വിൽക്കും അല്ലേ. അതിൽ അയാൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് അയാൾ പണിക്കൂലിയായി നിശ്ചയിച്ച 7,000 രൂപയാണ്. ഇങ്ങനെയാണ് എല്ലാ സ്വർണ്ണക്കടകളും പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ എല്ലാ സ്വർണ്ണക്കടക്കാരും ലാഭമായി എടുക്കുന്ന പണിക്കൂലി ഒന്നും ഇല്ലാതെ നമുക്ക് സ്വർണം ലഭിക്കാന്ന് പറഞ്ഞാണെങ്കിൽ ആരുടെ ആണെങ്കിലും ഒന്ന് കണ്ണു മഞ്ഞളിച്ചു പോകും അല്ലെ. അതിനു വേണ്ടിയും കൂടിയാണ് ഇവർ ഇങ്ങനെ ഒരു പരസ്യം നൽകിയത്. പിന്നെ നമ്മുടെ മലയാളികളുടെ മനോഭാവം അറിയാലോ. ഡിസ്കൗണ്ടോ ഓഫറോ എവിടെ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവിടെ ചാടി വീകുന്നവരാണ് നമ്മളെല്ലാവരും. ഫ്രീ ആയിട്ട് തീട്ടം തരാന്ന് വരെ പറഞ്ഞാലും അത് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിന്റെയും ഓഫറിന്റെയും പേരും പറഞ്ഞ് എളുപ്പത്തിൽ മലയാളികളെ പറ്റിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ഈ അൽ മുക്താദിറിന്റെ ആൾക്കാർ വലിയ രീതിയിൽ പരസ്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്തു. ഇനി എങ്ങനെ 0% പണിക്കൂലിയിൽ അഥവാ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും? നമ്മൾ സാധാരണ സ്വർണ്ണക്കടയിൽ പോയി ആഭരണങ്ങൾ വാങ്ങുന്നത് പോലെ ഒരു കെട്ടി ക്യാഷ് ആയിട്ട് കൊണ്ടു കൊടുത്താലൊന്നും അവർ സ്വർണ്ണാഭരണം ഇങ്ങനെ പണിക്കൂലി ഇല്ലാതെ തരത്തൊന്നുമില്ല. അതിന് ഇവർ പറയുന്ന ഉപാധി എന്ന് പറയുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ സ്വർണ്ണാഭരണം ആവശ്യം അതിന്റെ ഒരു 6 മാസം മുമ്പേ എങ്കിലും നിങ്ങൾ പണം നൽകണം. എന്നിട്ട് സ്വർണ്ണാഭരണം ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ 0% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കത്തുള്ളൂ. അത് നിങ്ങൾ എത്രത്തോളം നേരത്തെ ബുക്ക് ചെയ്യുന്നു അത്രത്തോളം സ്വർണ്ണം നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. കാരണം ഓരോ ദിവസം സ്വർണ്ണവില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ ഡിസംബറിലാണ്. ആ സമയത്ത് സ്വർണ്ണവില എന്ന് പറയുന്നത് ഏകദേശം 60,000 രൂപ എങ്ങാനുമാണ്. പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 70 കടന്നു അല്ലേ. ഇങ്ങനെ അനുദിനം ഓരോ ദിവസം സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ അവിടെ പണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്തെ സ്വർണ്ണവില എന്താണോ അതിനുള്ള സ്വർണ്ണമായിരിക്കും നമുക്ക് ലഭിക്കുക. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് വില 70,000 ആണെങ്കിൽ ഒരു 6-8 മാസം കഴിഞ്ഞ് നമുക്ക് സ്വർണം ആവശ്യമുള്ള സമയത്ത് സ്വർണ്ണവില 80,000-ഓ 1,00,000 ആയാലോ പോലും നമ്മൾ ബുക്ക് ചെയ്തത് സ്വർണത്തിന് 70,000 രൂപയുള്ള സമയത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് 70,000 രൂപക്ക് സ്വർണം ലഭിക്കും. ഇതായിരുന്നു ഇവരുടെ സ്കീം. ഇത് കേട്ട് പലരും ഇവരുടെ ജ്വല്ലറി കൊണ്ടുപോയി പണം നിക്ഷേപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതും സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ കേട്ടോ. ഓരോരുത്തരും 10-20 ലക്ഷം രൂപയൊക്കെയാണ് ഇവരുടെ ജ്വല്ലറി കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഉണ്ടായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യല്ല. സ്വന്തം മക്കളെ കെട്ടിക്കാൻ വേണ്ടി ജീവിതകാലം മൊത്തം ഇവര് സ്വരുക്കൂട്ടി വെച്ച പണമാണ്. ഒരു 5-8 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് മക്കൾക്ക് കല്യാണം വരുന്ന സമയത്ത് എടുക്കാമെന്നുള്ള രീതിയിൽ ഇവരവിടെ ഡെപ്പോസിറ്റ് ചെയ്തിടുന്നതാണ്. കാരണം ആ സമയത്ത് 0% പണിക്കൂലിയിൽ സ്വർണ്ണം ലഭിക്കല്ലോ. എന്തായാലും സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകൾ ഇവരുടെ ജ്വല്ലറി കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അത്യാവശ്യം ഡെപ്പോസിറ്റ് കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് അറിയോ? ഇവരുടെ എല്ലാ ഷോറൂമുകളിലും ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു എന്നൊരു വാർത്ത ഇവരങ്ങ് കൊടുത്തു. എന്നിട്ട് ഇവരുടെ എല്ലാ ഷോറൂമുകളും അങ്ങ് ക്ലോസ് ചെയ്തു. ആളുകളുടെ കണ്ണി പൊടിയിടാനുള്ള ഒരു പരിപാടിയാണത്. എന്തായാലും ഈ വാർത്തയ്ക്ക് അറിഞ്ഞ് ഇവരുടെ ഷോറൂമുകളിലേക്ക് ഓടി ചെന്നപ്പോൾ ആൾക്കാർ കാണുന്ന കാഴ്ച എന്താണ്? ഇവരുടെ ഷോറൂമുകൾ പൂട്ടിക്കിടക്കുന്നതാണ്. അതോടെ ഇതിൽ പണം നിക്ഷേപിച്ചവർക്കൊക്കെ മനസ്സിലായി തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന്.
അങ്ങനെ ഈ അടുക്ക് ഇവരെന്തോ പെരുന്നാളൊക്കെ കഴിഞ്ഞ സമയത്ത് സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ഒന്ന് ഷോറൂം തുറന്നിട്ടുണ്ടായിരുന്നു, എവിടെ കൊച്ചിയിലെങ്ങാനും. അതറിഞ്ഞ് ഒരുപാട് ആളുകൾ ആ ഷോറൂമിലേക്ക് വരാൻ തുടങ്ങി. പലരും അവിടെ വന്ന് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനൊക്കെ തുടങ്ങി. എന്ത് കാര്യം, നൈസായി മൂഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ അവിടെ വന്ന് ഇൻകം ടാക്സ് ഓഫീസർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഒരു കാര്യം വേറെ വരുന്നുണ്ട്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അത് ചിലപ്പോൾ ED ആയിരിക്കാം, ഇല്ലെങ്കിൽ സ്പെഷ്യൽ ക്രൈം ബ്രാഞ്ചിന്റെ ആയിരിക്കാം. മനസ്സിലായി, ചിലപ്പോൾ CBI, ക്രൈം ബ്രാഞ്ച് ഇവിടെ CBI ആണ്, CBI ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ 20 കോടിയിലധികം രൂപ ഇയാൾ ലൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ഇവർക്ക് കണക്ക് കിട്ടണം. കണക്ക് കിട്ടാതെ ഒഫീഷ്യൽസ് ഇറങ്ങത്തില്ല ഇതിന്. അപ്പൊ ഈ കണക്കിന് നമ്മൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഈ കണക്കെടുത്തുകൊണ്ട് വരും. വന്നിട്ട് നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കും. അത് കൂടാതെ അവിടെ ഇപ്പം സഡൻ ആയിട്ട് മൂവ് ചെയ്യണം. അതാണ് അൽമുക്താദിർ ജ്വല്ലറിന്റെ ഉടമ 20 രൂപ ലൂട്ട് ചെയ്തു, മണി ലോണ്ടറിംഗ് നടത്തിയെന്നൊക്കെയാണ് ഇവിടെ ഇൻകം ടാക്സ് ഓഫീസർ പറയുന്നത്, അല്ലേ? ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിടാൻ വേണ്ടി ഇൻകം ടാക്സ് ഓഫീസറും അൽമുക്താദിന്റെ ഉടമയും കൂടി നടത്തിയ കളിയാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോവല്ലോ, അതിനു വേണ്ടി പറഞ്ഞതാവാം. എന്തായാലും അൽമുക്താദിർ ജ്വല്ലറിയുടെ ഉടമയുടെ പേര് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെച്ചോളൂ. മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം. ഞാൻ ആളെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം, പലരും കണ്ടു കാണും. ആ തിരുമോന്തെന്ന് നോക്കി നിങ്ങൾ, നല്ല തൊപ്പിയൊക്കെ വെച്ച് നല്ല ഇമാനുള്ള മനുഷ്യനല്ലേ. ഇയാളുടെ ഈ കോലും താടിയും തൊപ്പിയും സംസാരമൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ് ആൾക്കാർ ഇതിൽ വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വേറെ കാര്യം. എന്തായാലും ഇവരുടെ ജ്വല്ലറിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ട ഒരു ഉമ്മ ഇവരുടെ ജ്വല്ലറിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടോക്കാം. ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ്, ഞാൻ പോയി വീട്ടിൽ ജോലി ചെയ്ത പൈസയാണ്. 7,40,000 രൂപ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അവരെനിക്ക് മാസം തോറും എന്റെ ചെലവിന് തരും, എന്റെ കാശ് തരുമെന്ന് പറഞ്ഞാണ് കേട്ടോ. എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷത്തിന് വേണ്ടിയാണ് ഞാൻ ആ പൈസ ഞാൻ ചോദിച്ചപ്പോൾ ആൾ തരാമെന്ന് പറയുന്നതല്ലാതെ ഇത് തരുന്നില്ല. എനിക്ക് ആശുപത്രിയിലൂടെ അഡ്മിഷൻ ആവണം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആരും കൂടെ ഇല്ല. ആളെത്താണ് ഞാൻ കിടക്കാനുള്ളത്. അവര് തരാമെന്ന് പറയുന്നതല്ലാതെ അവർ തരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ തീരുമാനം എടുക്കണം. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഈ ഉമ്മ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് അൽമുക്താദിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചത്. അതായത് ഇത്ര രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാണെങ്കിൽ സ്വർണ്ണവില കൂടുന്നതിനനുസരിച്ച് മാസാമാസം ഇത്ര രൂപ വെച്ച് തരാമെന്നുള്ള രീതിയിൽ അങ്ങനെയും അൽമുക്താദിൽ നിക്ഷേപിക്കുന്നവരുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ കൊണ്ടുപോയി പണം വിട്ട് തുടക്കത്തിൽ കുറച്ച് പണം തന്നു, പിന്നെ തങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് ഈ ഉമ്മ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഇനി അതുപോലെ തന്നെ രോഗിയായിട്ടുള്ള ഒരാൾ വെന്റിലേറ്ററിൽ ആയ സമയത്ത് ഇവരിൽ നിക്ഷേപിച്ച പണം തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ രോഗിയുടെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ചികിത്സാ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പണം തിരിച്ചു ചോദിച്ചത്. അവസാനം ഇവര് തിരിച്ച് പണം കൊടുത്തില്ല. അങ്ങനെ എന്താക്കി, ആ രോഗി മരണപ്പെട്ടു. ആ രോഗിയുടെ മകളും ബന്ധുവും സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, അന്ന് കേട്ടു. എനിക്കൊന്നും പറയാനില്ലേ. എന്റെ അമ്മ മരിച്ചു. അൽമുക്താർ എന്ന ഗ്രൂപ്പ് ഇത്രയും മേല് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇന്നലെ വന്ന് ചോദിച്ചിട്ട് പോലും ഒരു റെസ്പോണ്ട് പോലും ചെയ്തില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഒരു വെന്റിലേറ്റർ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു സീരിയസ് കേസ്. ഞാൻ അവരെ കാല് വരെ ഇന്ന് രാത്രി 8, 8:30, 9 മണി വരെ ഷോപ്പിലിരുന്ന കാര്യം പറയുമ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് എനിക്ക് പൈസ അയച്ചു തരാനാണ് പറഞ്ഞത്. അവർ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ അവരെ കാല് വരെ ഇന്ന് രാവിലെ വരെ പിടിച്ച് അവർ പറഞ്ഞു ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും എമർജൻസി ആയിരിക്കും നിംസിലേക്ക് കൊണ്ടുപോകാൻ. ആ പൈസ ഇതിന് താങ്ങി അവിടെ ഷോപ്പിൽ നിന്നിട്ട് അവർ മൈൻഡ് ചെയ്തില്ല. ഇതിൻ്റെ ആളും മരിച്ചു പോയിട്ടുണ്ട്. ഈ ഷാബങ്ങേരി ഒരു ജിമ്മത്ത് എന്തൊരു പറയുക, വാക്കുകളില്ല, ഒന്നുമില്ല. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇവരുടെയൊക്കെ ശാപം ഇയാൾ എവിടെ കൊണ്ടുപോയി വെക്കുമോ എന്തോ. ഇനി വേറൊരാളുടെ അനുഭവം കൂടി കേട്ട് നമുക്ക് നിർത്താം. ഈ അൽമുക്തദിൽ ഞാൻ പൈസ ഇട്ടിട്ട് 2 വർഷമായി. എനിക്ക് ആദ്യമൊക്കെ നല്ലതുപോലെ പൈസ തന്നോണ്ടിരുന്നു. പിന്നീട് അതിനുശേഷം 10 മാസമായി ഞാൻ എഴുതി കൊടുത്ത് എനിക്ക് 15 ദിവസത്തിനുള്ളിൽ തരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഈ കടയിൽ ആഴ്ച തോറും വന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇവിടുത്തെ സ്റ്റാഫുകൾ ഞങ്ങളെ ഇറക്കി വിടുമായിരുന്നു. ഇതുവരെ ഞങ്ങൾക്ക് കാശ് തന്നിട്ടുമില്ല. ഇതിനൊരു മറുപടി, ഒരു പ്രതികാരം ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല. ഇനി ആരോട് ചോദിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവുമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടും ഹോസ്പിറ്റൽ ആവശ്യങ്ങളൊക്കെ ഉള്ള കാശായിരുന്നു. ഇതൊന്നും ഇവര് ഞങ്ങൾക്ക് എവിടെ വിളിച്ചിട്ടും ആരെയും കിട്ടുന്നുമില്ല. ഇതിനൊരു പരിഹാരം ആരിൽ നിന്നും ഞങ്ങൾക്ക് മറുപടി തരുന്നതുമില്ല. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾ ഇന്ന് നിത്യരോഗികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിത്യവൃത്തി കഴിയാൻ പോലും ഒരു 5 കാശിന് ഞങ്ങൾക്ക് പകയില്ല. ഞങ്ങളുടെ മൊത്തം സമ്പത്ത് ഇവിടെ ഞങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾക്ക് ഇതിന് ഒരു പ്രതികാരം ഇത് എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ കാശ് തിരികെ തരാൻ വേണ്ടി ഈ കാണുന്ന എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിക്കണം.
ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും സഹകരിച്ച് ഞങ്ങൾക്ക് ഈ കാശ് എത്രയും പെട്ടെന്ന് ആ മൻസൂറിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ച് തരണം. ഈ ഗുൾസാർ എന്ന് പറയുന്ന ഒരു മഹാപെരുങ്കള്ളനാണ് അവൻ ഞങ്ങൾ പൈസക്ക് ചോദിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കുകയോ ഒരു മറുപടി തരികയോ ചെയ്യുന്നില്ല. അയാൾ നല്ല ഫ്ലാറ്റുകളിൽ സുഖിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിനൊരു നടപടി എല്ലാവരും. നൗഫൽ എന്ന് പറയുന്ന ഒരു മാനേജർ ഇവിടെ ഉണ്ടായിരുന്നു. അവനാണ് ഞങ്ങളെ വരുമ്പോ എല്ലാം ഇറക്കി വിടുന്നത്. ഇന്ന് തരാം, നാളെ തരാം, 5-ാം തീയതി തരാം, 10-ാം തീയതി തരാം. ഞങ്ങള് ചെക്ക് എടുത്തു വെച്ചിരിക്കുന്നു, ഒപ്പിട്ടില്ല, ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കി വിടുമായിരുന്നു. അതുകൊണ്ട് ഈ എല്ലാവരും ഇതിൽ പ്രതികളാണ്. എല്ലാവരെ കൊണ്ടും അവർക്ക് നല്ല സമ്പത്തുകളും ആസ്തികളുമായി ഞങ്ങളിൽ നിന്നും അവരെല്ലാം രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് ഈ പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിക്കയറി നമ്മൾ രോഗികളായി മാറിയിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു പ്രതികരണം ഞങ്ങൾക്ക് കിട്ടണം, കിട്ടിയേ മതിയാവും. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇവര് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചു കാണും. ആ ജ്വല്ലറിയിൽ ഒരൊറ്റ സ്വർണ്ണാഭരണം പോലും ഇല്ല, എല്ലാം എടുത്ത് ഒഴിവാക്കിയിരിക്കുന്നു. കാരണം ആൾക്കാരെ ഒന്ന് സ്വർണ്ണാഭരണം എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്ത്രപൂർവ്വം ജ്വല്ലറിയിലുള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഇവർ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവരിലൂടെ ഒരുപാട് ആളുകൾ ഇതുപോലെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കോടിക്കണക്കിന് രൂപ ഇതിനോടകം പാവങ്ങളെ പറ്റിച്ച് ഇവരുണ്ടാക്കി കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കാണാം.